ചിന്തിക്കാനായിട്ട് നമുക്കിരിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ നല്ല വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം, ഹല്ലേലൂയ, അതിൻ്റെ 8-ാം തിരുവചനം, the first letter of John chapter 3 verse number 8. വചനം ഇങ്ങനെ പറയുന്നു, but when people keep on sinning, it shows that they belong to the devil who has been sinning since the beginning. But the Son of God came to destroy the works of the devil. Hallelujah. 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനത്തിൻ്റെ 8-ാം തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ചത്. അല്ലേ, അതൊന്ന് മലയാളത്തിൽ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് യേശു വന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പുത്രനായ യേശു കർത്താവ് വന്നത്. അപ്പോൾ ഈ ഭാഗമാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത്. പിശാചിൻ്റെ പ്രവൃത്തികളെ തകർക്കാനല്ലോ യേശു വന്നത്. ഹല്ലേലൂയ. പിശാചിൻ്റെ പ്രവൃത്തികളെ തകർക്കാനല്ലോ ദൈവത്തിൻ്റെ പുത്രൻ വന്നത്. ഇതൊന്ന് വാ തുറന്ന് പറഞ്ഞേ. പിശാചിൻ്റെ പ്രവൃത്തിയെ തകർക്കാൻ വേണ്ടിയാ യേശു വന്നത്. ഹല്ലേലൂയ. അപ്പം പിശാചിൻ്റെ സകല പ്രവൃത്തിയെയും യേശു കർത്താവ് തകർത്തു കാൽവരി ക്രൂശിൽ. ഹല്ലേലൂയ. പിശാചിൻ്റെ സകല ആയുധ വർഗങ്ങളെയും അവിടെ കാൽവരി ക്രൂശിൻ്റെ ചുവട്ടിൽ നിർവീര്യമാക്കി കളഞ്ഞു. സ്തോത്രം. അവിടെ നമ്മൾ അന്നേരം ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, യേശു വന്ന് ഇത് പൂർത്തിയാക്കി. ഈ പൂർത്തിയാക്കിയ പ്രവൃത്തിയിൽ നമ്മളൊന്ന് വിശ്വസിച്ചാൽ മതി. നിങ്ങളും ഞാനും ജയാളിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന വചനം അതിൻ്റെ ആഴത്തിലും വീതിയിലും നീളത്തിലും ഉയർച്ചയിലും ഈ വചനം വിശ്വസിച്ചാൽ മതി. എന്താണ്? അല്ല, ഇനി ഭൂമിയിൽ ഒരു വ്യക്തിക്കും കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് പിശാചിൻ്റെ പ്രവൃത്തിയെ തകർക്കാൻ പറ്റത്തില്ല. പക്ഷേ യേശു കർത്താവ് ഇത് പൂർണ്ണമായി ഇതിനെ തകർത്തു. യേശു ഇതിനെ ജയിച്ചു. പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും യേശു ജയിച്ചു. ഈ യേശുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ കർത്താവ് ഇതെനിക്ക് വേണ്ടി ചെയ്തു തന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച്, ഞാൻ ആരാധിച്ച്, അതിനെ ഞാൻ മുൻപിൽ കണ്ട് ആരാധിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മുന്നേറുമ്പോൾ, ഹല്ലേലൂയ, എന്ത് സംഭവിക്കും? ഈ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും ജയമായി ജീവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്നും പറഞ്ഞുകൊണ്ടിരിക്കും, പോ പിശാചേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും, പിശാച് എന്നെ മുറുക്കിയിരിക്കുക, എന്നെ കെട്ടിയിരിക്കുവാണ്, ദാണ്ട് വീട്ടിനകത്ത് കയറിയിരിക്കുന്നു, അയാളുടെ അകത്ത് കയറിയിരിക്കുന്നു, അവളുടെ അകത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കാഴ്ചപ്പാട് മാറണം, വിശ്വസിക്കണം. തിരുവചനത്തിനകത്തെ സത്യം നമ്മൾ തിരിച്ചറിയും തോറും ആ തിരിച്ചറിവനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരു കുഞ്ഞിനെ എടുത്താൽ ആ കുഞ്ഞിനെ എനിക്ക് തോന്നുന്നൊരു 7-8 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്യും, അല്ലേ? അപ്പോൾ ആ കുഞ്ഞിന് അറിവ് കിട്ടുന്നു. റോഡിൻ്റെ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇടത്തോട്ട് നോക്കണം, വലത്തോട്ട് നോക്കണം, പിന്നെ 1-2 തവണ നോക്കണം. വണ്ടികളൊന്നും വരുന്നില്ലെങ്കിൽ പെഡസ്ട്രിയൻ ക്രോസിലൂടെ ക്രോസ് ചെയ്യണം എന്ന് അതിനെ പഠിപ്പിച്ചെടുക്കുന്നു. നാട്ടിൽ പിന്നെ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഒന്നും ചോദിക്കാനില്ല, പക്ഷേ പെഡസ്ട്രിയൻ ക്രോസിങ്ങിലൂടെ ക്രോസ് ചെയ്യണമെന്ന് അതിനെ പഠിപ്പിച്ചെടുക്കുന്നു. അതിന് അറിവ് കിട്ടി ഒരു കുട്ടിയെ എന്ത് ചെയ്യും? അച്ഛനും അമ്മയ്ക്കും പുറത്തിറക്കി വിടുന്നതിന് പേടിക്കണ്ട. എന്താ വെച്ചാൽ അതിന് അറിവ് കിട്ടി. അതിനെ ഒരു 7-8 വയസ്സായിട്ടും പഠിപ്പിക്കാതെ, എനിക്ക് തോന്നുന്നൊരു 4-5 വയസ്സാകുമ്പോഴേ പിള്ളേർക്കറിയാം, അല്ലേ? സ്കൂളിലൊക്കെ പഠിപ്പിച്ചെടുക്കും. പക്ഷേ ഈ കുഞ്ഞിനൊരു 20 വയസ്സായി, വലിയൊരു ആളായി. ഈ വലിയൊരു ആളായ ഒരു വ്യക്തിയെ ഇതുവരെയായിട്ടും പഠിപ്പിച്ചിട്ടില്ല റോഡ് ക്രോസ് ചെയ്യാൻ. ഈ വ്യക്തിക്ക് അറിയത്തുമില്ല, സ്വന്തമായിട്ട് ശ്രമിച്ചുമില്ല പഠിക്കാൻ. ഇങ്ങനത്തെ ഒരു വ്യക്തിയെ റോഡിൽ കൂടെ ഇറക്കി വിടണമെങ്കിൽ പേടിക്കണം. എന്താ? അതിനെ പഠിപ്പിച്ചിട്ടുമില്ല, അതിന് അറിവുമില്ല, ഒരു പ്രകാരവും ഒരു വിധത്തിലും ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനെയും കൊണ്ട്. സ്തോത്രം. അപ്പോൾ അതിന് അറിവ് കിട്ടുന്നത് വരെയും അതെന്താണ്? അതാ അറിവില്ലായ്മയുടെ അടിമത്തത്തിനകത്ത് കിടക്കുക, അടിമയായി കിടക്കുക. എന്തിനകത്ത് അടിമയായി കിടക്കുന്നത്? അതിൻ്റെ അറിവില്ലായ്മയ്ക്കകത്ത് അത് അടിമയായി കിടക്കുക. അതിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക്. എന്താ? പേടിക്കണം, അത് വല്ല വണ്ടിയുടെ അടിയിൽ കയറി പോകുമെന്ന്. പക്ഷേ സ്തോത്രം, ഒരു കുഞ്ഞിനെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ അറിവിനകത്ത്, ഹല്ലേലൂയ, അതിന് ശക്തിയുണ്ട്. എന്താ? അതിൻ്റെ അപ്പനും അമ്മയും വീട്ടിലിരുന്നാലും പറയും, അത് കുഴപ്പമൊന്നുമില്ല, അവന് റോഡ് ക്രോസ് ചെയ്യാൻ അറിയാം, അവനെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്.
സ്തോത്രം. അതേപോലെ തന്നെ യേശു കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം നമുക്ക് അറിവും ജ്ഞാനവും ബുദ്ധിയും നമുക്ക് ബലവും ഒക്കെ പകരാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നു, വചനം കേൾക്കുന്നു. ഈ വചനം കേട്ടെങ്കിൽ നമുക്ക് അറിവ് കിട്ടി. ഹല്ലേലൂയ. നമുക്ക് അറിവ് കിട്ടിയെങ്കിൽ ഈ അറിവിൻ്റെ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കണം. ജീവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ കുറ്റക്കാരായി തീരും. ഈ റോഡ് ക്രോസ് ചെയ്യാൻ പഠിച്ച കുഞ്ഞ്, ഹല്ലേലൂയ, അവന് വണ്ടി വരുന്നുണ്ട്, അപ്പുറവും ഇപ്പുറവും നോക്കുമ്പോൾ ഒക്കെ വണ്ടികൾ വരുന്നുണ്ട്. പക്ഷെ അവൻ ചിന്തിക്കുക, ഞാനൊന്ന് റോഡ് ക്രോസ് ചെയ്തൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ അവൻ തന്നെ കുറ്റത്തിലായി തീരും അല്ലേ? അതിനാണ് നിയമം. നമ്മളുടെ നിയമങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ഏത് രാജ്യത്തെ നിയമം പഠിക്കുമ്പോഴും അതിനകത്തൊരു കാര്യമുണ്ട്, ഇഗ്നറൻസ് ഓഫ് ദ ലോ ഈസ് എ ക്രൈം. ഹല്ലേലൂയ. നിയമത്തിനെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നത് ഒരു ക്രൈമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കെങ്ങും ഒരു കോടതിയിലും ചെന്ന് പറയാൻ പറ്റത്തില്ല, ഓ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നോ, എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, ഇനി എന്നെ വെറുതെ വിട്. ഒരു കോടതിയും, ലോകരാജ്യങ്ങളിൽ ഒറ്റ കോടതിയും ആരെയും വെറുതെ വിടത്തില്ല ഇങ്ങനൊരു വാക്യം പറഞ്ഞതുകൊണ്ട്. എന്താ? നിയമം അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. അതേപോലെ തന്നെ ദൈവരാജ്യത്തിനകത്തെ ഹല്ലേലൂയ കിങ്ഡം പ്രിൻസിപ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ അവകാശം അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്വം ഒക്കെ. ഇറ്റ്സ് ആർ റെസ്പോൺസിബിലിറ്റി, നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ കിങ്ഡം പ്രിൻസിപ്പിൾസിനകത്ത് ഒരു അറിവ് നമുക്ക് തരുന്നത് എന്താണ്? യേശു കർത്താവ് വന്നു പിശാചിൻ്റെ സകല പ്രവൃത്തിയെ നശിപ്പിച്ച് കളയാൻ. എന്നിട്ട് പറയാണ്, ഇതുകൊണ്ട് നമുക്കറിയാം എന്താണ്? ദൈവത്തിലായിരിക്കുന്ന, ക്രിസ്തുവിലായിരിക്കുന്ന ആരും പാപം ചെയ്തുകൊണ്ട് ഇരിക്കത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ മൂന്നാം അധ്യായത്തിനകത്തുനിന്ന് ചില വാക്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, ചില വാക്യങ്ങളിൽ ഫോക്കസ് ചെയ്യും. എന്താണെന്നറിയോ? ഈ അധ്യായം തുടങ്ങിയത് കാൺമീൻ നാം ദൈവമക്കള് എന്നുള്ളത് തുടങ്ങിയത്. അപ്പം ഞങ്ങളെ നോക്ക്, ഞങ്ങൾ ദൈവമക്കളാ എന്ന് ലോകത്തിനോട് വിളിച്ചു പറയണമെങ്കിൽ അതിനകത്ത് ചില സത്യങ്ങൾ കിടപ്പുണ്ട്. ആ സത്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, വചനം പറഞ്ഞു, ഹല്ലേലൂയ, നമ്മളോട് പറഞ്ഞു പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും യേശു കർത്താവ് തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. ഇനിയും നമ്മളെ അതൊന്നും ബാധിക്കത്തില്ല. പിന്നെ എന്താണ് നമ്മളിത്? അപ്പം നമ്മുടെ ചുറ്റിനും പല കാര്യങ്ങൾ വരും അല്ലേ? പിശാച് കൊണ്ടിടുന്ന പല പ്രവൃത്തികളുണ്ട്. പക്ഷെ നമ്മൾ വചനത്തിൽ വിശ്വസിച്ച് കർത്താവ് അതിനെ ജയിച്ചു, അതുകൊണ്ട് എനിക്കും ജയിക്കാൻ പറ്റും. അതാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവ് എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ. 2, വചനം നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ ജയിച്ചവരാ, നമ്മൾ സകലത്തിലും ജയിച്ചവരാ. റോമൻസ് 8:37 അല്ലേ? നമ്മൾ സകലത്തിലും ജയിച്ചവരാ. എന്താ ജയിച്ചത്? ഇതാണ്, യേശു കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ പരമയാഗമായി തീർന്നപ്പോൾ പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും നശിപ്പിച്ചിട്ട് യേശു ജയിച്ചത്. അതുകൊണ്ട് ജയാളിയെ സേവിക്കുന്നവൻ ഹല്ലേലൂയ ജയിച്ചവൻ തന്നെയാ. ഹല്ലേലൂയ. അതിൻ്റെ 9-ാം തിരുവചനത്തിനകത്ത് ഒരു വാക്യം പറയുന്നു, those who have been born into God's family do not make a practice of sinning because God's life is in them, so they can't keep on sinning because they are children of God. അതിൻ്റെ വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും. അപ്പൊ ഒരു വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. ഒന്ന് പറഞ്ഞേ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞേ, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചത്. ഹല്ലേലൂയ. എന്നിട്ട് വായിച്ചേ. ആരും പാപത്തിൽ ജീവിക്കുന്നില്ല, ദൈവത്തിന്റെ വചനം അവരിൽ വസിക്കുന്നു. ദൈവത്തിന്റെ വചനം അവരിൽ വസിക്കുന്നു. ഈ ട്രാൻസ്ലേഷൻ പറയുന്നു ദൈവത്തിന്റെ ജീവൻ അവരിൽ വസിക്കുന്നു. ഇന്ന് പറഞ്ഞേ, എൻ്റെ അകത്ത് ദൈവത്തിന്റെ ജീവൻ വസിക്കുന്നു. ഹല്ലേലൂയ. ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്തേ. ഞാൻ ദൈവത്തിന്റെ കുടുംബത്തിനകത്ത് ജനിച്ചിരിക്കുന്നു, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. 2, ദൈവത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ ജീവൻ എൻ്റെ അകത്തുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം എൻ്റെ അകത്തുണ്ട്. ദൈവത്തിൻ്റെ വചനം എൻ്റെ അകത്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ജീവനും എൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഇതൊന്ന് ചേർത്ത് പറഞ്ഞ്, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ ജീവൻ എൻ്റെ അകത്തുണ്ട്. സ്തോത്രം. എന്നിട്ട് വായിച്ചേ.
ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുകയുമില്ല. ആമേൻ, സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അവന് പാപം ചെയ്യാൻ പറ്റത്തില്ല. ഈ ട്രാൻസ്ലേഷനിലൂടെ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ മക്കളാ. അപ്പോൾ ഇതിനെ ഒന്ന് ചേർത്തിട്ടൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ ജീവൻ എൻ്റെ അകത്തുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മകളാ. ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ തൊട്ട് മുമ്പാണ് നമ്മൾ വായിച്ചത്, ഹല്ലേലൂയ, കർത്താവ് പിശാചിൻ്റെ സകല പ്രവൃത്തിയെ നശിപ്പിച്ചു കളഞ്ഞു, നിർവീര്യമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഈ 8ഉം 9ഉം കൂടെ ചേർത്ത് വെക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നു, ദൈവത്തിൻ്റെ വചനം നമ്മളുടെ അകത്ത് കിടക്കുവാന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ കെടാത്ത ബീജം, കെടാത്ത വചനം. തിരുവചനം നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം പഠിക്കുമ്പം അതിനകത്ത് വാക്യം ഇങ്ങനെയാണ് കിടക്കുന്നത്, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു ദൈവത്തിൻ്റെ വചനം നമ്മളുടെ അകത്ത് ഇടാൻ വേണ്ടി, ദൈവത്തിൻ്റെ ജീവൻ നമ്മളുടെ അകത്ത് ഇടുവാൻ വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. 1 പത്രോസിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ വചനം പറയുന്നുണ്ട്, നമ്മളെ ദത്തെടുത്ത, നമ്മളെ വീണ്ടെടുത്തത്, അല്ലെങ്കിൽ നമ്മളെ ജീവനകത്തേക്ക് കൊണ്ടുവന്നത് കെടാത്ത ബീജത്താൽ അത്രേ, നശിക്കുന്നതും നിർവീര്യമായി പോകുന്ന വചനത്താലല്ല. ഹല്ലേലൂയ. പക്ഷേ കെടാത്ത വചനത്താൽ, ജയിക്കുന്ന വചനത്താൽ, ജീവിക്കുന്ന വചനത്താൽ. ഞാനൊരു ഉദാഹരണം ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഈ വചനഭാഗങ്ങൾ ഇവിടെ പറയുന്നത് ലോകത്തിൽ കിടക്കുന്നവരല്ല, പാപത്തിൽ വീണ് കിടക്കുന്നവരല്ല, പക്ഷേ വിശുദ്ധിയിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അതാണ് ലോകത്തിനോട് വിളിച്ചു പറയുന്നത്, നോക്ക് ഇവർ ദൈവമക്കളാണെന്ന്, കാൺമീൻ ഇവർ ദൈവമക്കളാ. എന്താ, നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ കെടാത്ത വചനം നമ്മളുടെ അകത്ത് കിടക്കുന്നു. സ്തോത്രം. നമ്മൾ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗമായിരിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി പിശാചിൻ്റെ സകല പ്രവൃത്തികളെ തകർത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ദൈവമക്കൾ. സ്തോത്രം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ വീട്ടിലിങ്ങനെ, ഒരു സിമ്പിൾ ഉദാഹരണമാണ്, പക്ഷേ എന്നെ അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ വീട്ടിൽ അരി എടുക്കുമായിരുന്നു. അപ്പം 2 തരം അരി ഞങ്ങളുടെ അലമാരിക്കകത്ത്, ഞങ്ങളുടെ കിച്ചൺ കബോർഡിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഒരു ഈ 2 അരി പാക്കറ്റും ഞങ്ങൾ അവധിക്ക് പോകുന്നതിന് മുമ്പ് തുറന്നു വെച്ചിട്ട് പോയ അരി പാക്കറ്റ്. അപ്പം ആ കബോർഡിനകത്ത് ഈ 2 അരി പാക്കറ്റും തുറന്നിരിക്കുക. രണ്ടും 2 തരത്തിലുള്ള അരിയാണ്. അപ്പം ഞാൻ ഈ കബോർഡ് ഇന്നലെ തുറക്കുമ്പം ഈ താഴെയൊക്കെ ഈ ചെറിയ പൂച്ചി ചത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഒരു അരി പാക്കറ്റിനകത്തുനിന്ന് മമ്മി അരി എടുത്തപ്പം മമ്മി അതിനെ ഇടഞ്ഞിട്ടാണ് എടുത്തത്. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് പൂച്ചി കയറി. നമ്മുടെ സാധാരണ നാട്ടിലെയൊക്കെ അരിക്കകത്ത് പൂച്ചി കയറും. അതേപോലെ ഇവിടുത്തെ അരിക്കകത്ത്, ഇവിടെ ഞങ്ങൾ മേടിച്ച എക്സ്പോർട്ട് ക്വാളിറ്റി അരി എന്നൊക്കെ പറഞ്ഞ് നെല്ലുകുത്തരി മേടിച്ച് വെച്ചതിനകത്ത് പൂച്ചി ഉണ്ടായിരുന്നു. അപ്പം ഇടയുമല്ല, പാറ്റി. അപ്പം എൻ്റെ മമ്മി അരി പാറ്റിയിട്ട് അതിനെ വൃത്തിയാക്കിയൊക്കെ എടുത്ത് നെല്ലുകുത്തരിയുടെ ചോറിന് മാറ്റി വെച്ചു. അപ്പം ഞാൻ വേറെ ഒരു അരി, ബാസ്മതി റൈസ് എടുത്തു. ബാസ്മതി റൈസ് എടുത്തപ്പോൾ മമ്മി പറഞ്ഞു, അത് ഞാൻ പാറ്റി തരാം, അതിനകത്ത് ചെള്ള് കാണും. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ചെള്ളൊന്നും കണ്ടില്ല കേട്ടോ. എന്നിട്ട് മമ്മി അതിനെ എടുത്ത് പാറ്റി നോക്കിയിട്ടും അതിനകത്ത് ചെള്ളൊന്നും കണ്ടില്ല. എന്നെ ഇത് ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഈ 2 അരി പാക്കറ്റും ഒരുമിച്ചായിരുന്നത്, അപ്പുറവും ഇപ്പുറവുമായിട്ട് ഞങ്ങളുടെ അലമാരിക്കകത്തിരിക്കുക. ഈ 2 ചാക്കിനകത്തും ഒരു ചാക്കിനകത്ത് പൂച്ചയുണ്ടായിരുന്നു. അതിനകത്തെ പൂച്ചകൾ പുറത്തിറങ്ങി വന്നു. ചിലതൊക്കെ അവിടെ ചത്ത് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ ബാസ്മതി റൈസിൻ്റെ പാക്കറ്റിനകത്ത് ഒരു ചെള്ളുപോലും കയറിയില്ല. എന്നെ ഇത് സ്ട്രൈക്ക് ചെയ്തിട്ട് ഞാൻ ഈ വചനം രാവിലെ ഇരുന്ന് ഞാൻ ധ്യാനിച്ചു ഇങ്ങനെ ഒരുപാടിരുന്ന് ചിന്തിച്ചു. ഈ അരിയുടെ ഈ ചെള്ള് കയറാത്ത പാക്കറ്റ് കണ്ടപ്പം എന്നെ സ്ട്രൈക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ നമ്മൾ ഓരോരുത്തരും പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് ശരിക്കും സാധാരണ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്, വേറെ ഒരു പാക്കറ്റിനകത്ത് ചെള്ളും പൂച്ചിയും ഒന്നും ഇല്ലെങ്കിൽ ഒരു അഴുക്ക് പിടിച്ചതിനകത്ത് അല്ലെങ്കിൽ ചെള്ളും പൂച്ചിയും ഉള്ളതിനകത്തുനിന്ന് ഇതിനകത്ത് കയറും. ഞാനത് കണ്ടിട്ടുണ്ട്. അത് സാധാരണമാണ്. കുറേ നാൾ ഉപയോഗിക്കാതെ എന്തെങ്കിലും വെച്ചാൽ അതിനകത്ത് പൂച്ചി കയറും. അത് നോർമലാണ്. 2 മാസം ഇവിടെ വെച്ചിട്ട് പോയിട്ട് പോലും ഈ ബാസ്മതി റൈസിൻ്റെ പാക്കറ്റിനകത്ത് ഒരു ചെള്ളു പോലും കയറിയില്ല.
ഒന്ന് ചിന്തിച്ചേ. തിരുവചനം പറയുന്നു എൻ്റെ അകത്ത് ജീവൻ്റെ വചനം കിടപ്പുണ്ട്. തിരുവചനം പറയുന്നു ജീവൻ്റെ വചനം കൊണ്ടാണ് എന്നെ വീണ്ടെടുത്ത് എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണ്. 3, തിരുവചനം എന്നെ പഠിപ്പിക്കുന്നു, ഹല്ലേലൂയ, എനിക്ക് അറിവ് കിട്ടുന്നു. ഞാൻ വീണ്ടും ജനിച്ചിട്ട് ഞാൻ ഭൂമിയിൽ ആരുടെയോ വീട്ടിലല്ല ജനിച്ചു വീഴുന്നേ. വീണ്ടും ജനിക്കുന്ന ഞാൻ ദൈവരാജ്യത്തിനകത്തേക്കാണ് ജനിച്ചു വീഴുന്നത്. ഞാൻ ഹല്ലേലൂയ, ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ടാണ് ജനിച്ചു വീഴുന്നത്. 4, ക്രിസ്തു എൻ്റെ അകത്ത് വസിക്കുന്നു, ഞാൻ ക്രിസ്തുവിനകത്ത് വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിനെ സ്നേഹിക്കുന്നവൻ ഹല്ലേലൂയ, അവൻ്റെ അകത്ത് പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവും കൂടെ ഹല്ലേലൂയ വാസം ഉറപ്പിക്കും എന്നെന്നോട് സത്യം വിളിച്ചു പറയുന്നു. അപ്പം ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും, ക്രിസ്തുവിൻ്റെ കെടാത്ത വചനം എൻ്റെ അകത്തും ഞാൻ ദൈവരാജ്യത്തിനകത്തും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഇത് വിശ്വസിക്കാൻ സാധിക്കുമോ? നിങ്ങളും ഞാനും ഭദ്രമായി ഇരിക്കുന്നത് ദൈവരാജ്യത്തിനകത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും എൻ്റെയും ചുറ്റിനും ദൈവ സാന്നിധ്യം, സ്വർഗം മൊത്തം നിങ്ങളുടെയും എൻ്റെയും ചുറ്റിനുമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും പ്രിസേർവ്ഡാ. അതാ കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവചനം ശ്രദ്ധിച്ചത്. ഹല്ലേലൂയ, യൂദായുടെ ലേഖനം 1:1 നമ്മൾ ശ്രദ്ധിച്ചു അല്ലേ? അതെന്തായിരുന്നു? ഹല്ലേലൂയ, ഐ ആം റൈറ്റിംഗ് ടു ഓൾ ഹു ഹാവ് ബീൻ കോൾഡ് ബൈ ഗോഡ് ദ ഫാദർ ഹു ലവ്സ് യു ആൻഡ് കീപ്സ് യു സേഫ് ഇൻ ദ കെയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ക്രിസ്തുവിൽ നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരായിരിക്കുന്നു. ലോകത്തിൻ്റെ മ്ലേച്ഛത നമ്മളുടെ അകത്ത് കയറാതെ വണ്ണം. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെയെങ്കിൽ ലോകത്തിൻ്റെ പാപം, ലോകത്തിൻ്റെ മ്ലേച്ഛത നമ്മളുടെ അകത്തേക്ക് കയറാൻ സാധിക്കത്തില്ല. ലോകത്ത് നടക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തികൾ നമ്മളുടെ അകത്ത് കയറി നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ല. ഒരു ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, യേശു എൻ്റെ ദൈവമാണെന്ന് പറയുന്ന വ്യക്തിക്കകത്ത് പരിശുദ്ധാത്മാവ് കയറിയിട്ട് ആ വ്യക്തിയെ ഭദ്രമാക്കി സൂക്ഷിച്ചു വെക്കുക. സ്തോത്രം. അങ്ങനെ ഒരു വ്യക്തിയെ നോക്കിയിട്ട് നമുക്ക് അവകാശമില്ല പറയാൻ അവരുടെ അകത്ത് പിശാചുണ്ടെന്ന്. സ്തോത്രം. നമ്മുടെ ജീവിതങ്ങളെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അനുവദിക്കല്ല്, ഒരു വ്യക്തി പോലും പറയാൻ അനുവദിക്കല്ല് ഇത് പിശാചിൻ്റെ പോരാട്ടമാണെന്ന്. അവരോട് തിരിച്ചു പറയണം, ഇല്ല, പിശാചിന് എന്നെ തൊടാൻ പറ്റത്തില്ല. പലപ്പോഴും പല ബലഹീനതകളും പല അവസ്ഥകളും കാണും. ഹല്ലേലൂയ. പക്ഷേ നമ്മളുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് പോലും എന്താന്ന് വെച്ചാൽ കയറണമെങ്കിൽ നമ്മൾ അനുവദിക്കണം. സ്തോത്രം. കയറണമെങ്കിൽ ദൂതന്മാർ മാറിക്കൊടുക്കണം. ഹല്ലേലൂയ. കയറണമെങ്കിൽ സ്വർഗം മാറിക്കൊടുത്തിട്ട് പറയണം ഇനിയും കയറിക്കോളാൻ പറയണം. പഴയ നിയമത്തിലെ യോബിൻ്റെ പുസ്തകത്തിനകത്തെ കഥകളൊന്നും എടുത്തുകൊണ്ട് വന്ന് ആരെയും ബോധിപ്പിക്കല്ലേ. സ്തോത്രം. അന്ന് യേശുവില്ലായിരുന്നു, ഇന്ന് യേശു ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് യേശുവിലാണ് തിരുവചനം ഉറപ്പും ധൈര്യവും പറയുന്നു. കർത്താവിൻ്റെ വചനത്തിൻ്റെ വിത്ത് എൻ്റെ അകത്തു വീണത് കൊണ്ട് ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞത്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാ. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അകത്തേക്ക് ലോകത്തിൻ്റെ മലിന്യത്തിന് കയറി വരാൻ സാധിക്കത്തില്ല. ലോകത്തിൻ്റെ അഴുക്കിനും അവിശ്വാസത്തിനും ഒന്നും ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് അകത്തേക്ക് കയറി വരാൻ സാധിക്കത്തില്ല. ഇന്ന് പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും തോപ്പിച്ച യേശു കർത്താവാ എൻ്റെയും നിങ്ങളുടെയും അകത്ത് വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഈ ലോകത്തിന് താങ്ങാൻ പറ്റാത്ത അത്യുന്നതപരമായ ശക്തി, സകലത്തിനെയും ജയിക്കുന്ന ശക്തിയാ നമ്മളുടെ ഓരോരുത്തരുടെയും അകത്ത് കിടക്കുന്നത്. തിരുവചനത്തിനകത്ത് ഈ ഭാഗം പറയുന്നത് നമുക്ക് പാപം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നിട്ടാണ് ഈ വചനഭാഗം പറയുന്നത് നമ്മളോട്. ഇന്നൊന്ന് പറഞ്ഞേ ഹല്ലേ, ഇന്ന് ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ബലഹീന ആയ ഒരു കാര്യം കിടപ്പുണ്ടോ? ഹല്ലേ, അതിനെ ജയിക്കാനായിട്ട് പല നാളും ശ്രമിച്ചിട്ട് പറ്റുന്നില്ലയോ? ഇന്ന് ഈ വചനം എടുക്കണം. ഹല്ലിയ. ഇന്ന് ജീവിതത്തിനകത്ത് ഏത് മേഖലയ്ക്കകത്തും ഈ വചനം എടുക്കണം. ഇന്ന് ജീവിതത്തിനെ നോക്കിയിട്ട് പറയണം പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും തകർക്കാനാ യേശു വന്നത്. ഹല്ലിയ. ഞാനിത് വിശ്വസിക്കുന്നു. പറയണം, ഞാൻ യേശുവിൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ ജനിച്ചിരിക്കുന്നത്, ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നത് യേശുവിൻ്റെ കുടുംബത്തിനകത്തേക്ക്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജീവൻ എൻ്റെ അകത്തുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ ജീവൻ അകത്ത് കിടക്കുന്നത് വിശുദ്ധിയുള്ളതാ. ഞാൻ ആ പറഞ്ഞ വെറും ഒരു സിമ്പിൾ ഉദാഹരണമാണ് അരിയുടെ. പക്ഷേ ഒരു
പാക്കറ്റ് അരിക്കകത്തേക്ക് പുറത്ത് കിടക്കുന്ന അഴുക്കുകൾക്ക് കയറാൻ സാധിച്ചില്ല. ഒരു ചെള്ളിനോ ഒരു പൂച്ചയ്ക്ക് പോലും അതിനകത്ത് കയറാൻ സാധിച്ചില്ല. എന്താണെന്നറിയോ? ഞാൻ പറയാം, ആ ബാസ്മതി റൈസ് ഉണ്ടാക്കിയത് നല്ല വിത്തും കൊണ്ടാണ്. അല്ലി അതിൻ്റെ വിത്ത് നല്ലതാ. ആ വിത്തിനകത്ത് ഒരു പുഴുക്കുത്തു പോലും ഇല്ലാത്തതാ. അതുകൊണ്ടാണ്. ശ്രദ്ധിച്ചു നോക്കിക്കേ, നമ്മൾ അരി പാക്കറ്റൊക്കെ പൂട്ടി വെച്ചാലും കുറേ നാൾ കഴിഞ്ഞ് ആ പൂട്ടി വെച്ചത് തുറന്നു നോക്കുമ്പം അതിനകത്ത് നിറച്ച് പൂച്ചി കാണും. എന്താണെന്നറിയോ? അത് ജനിച്ച വിത്ത് അഴുക്കുള്ളതായിരുന്നു. ആ ജനിച്ചതിനകത്ത് പൂച്ചിയും പുഴുവും ഉള്ളതായിരുന്നു. അതുകൊണ്ടാണ് അത് കെട്ടിവെച്ചിട്ടും അതിനകത്തുനിന്ന് പൂച്ചിയും പുഴുവും ജനിച്ച് പുറത്തു വന്നത്. അല്ലേ? നമ്മുടെ വീടുകൾക്കകത്തൊക്കെ ഇരിക്കുന്ന ധാന്യങ്ങളൊക്കെ ഇങ്ങനല്ലേ കേടാവുന്നത്? എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഓൾറെഡി അഴുക്കുണ്ടായിരുന്നു. ചില മാങ്ങയൊക്കെ നമ്മൾ തുറക്കുമ്പം അതിനകത്ത് പുഴുവുള്ളതായിരിക്കും. സ്തോത്രം. പക്ഷേ ഇന്നോ ദൈവവചനം വിളിച്ചു പറയുന്നു, നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് കെടാത്ത നല്ല ഹല്ലേലൂയ വിശുദ്ധിയുള്ള ദൈവത്തിൻ്റെ എന്നേക്കും ജീവിച്ചു വാഴുന്ന നിത്യതയിലേക്ക് നമ്മളെ എത്തിക്കുന്ന കർത്താവിൻ്റെ സത്യവചനത്താൽ അത്രേ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളുടെ അകത്ത് എന്തഴുക്കുണ്ടെങ്കിലും അതെല്ലാം ക്രിസ്തുവിൻ്റെ വചനത്താൽ മാറിപ്പോകും. നമ്മളുടെ അകത്ത് എന്ത് ബലഹീനതയുണ്ടെങ്കിലും ഈ ശക്തിയേറിയ വചനത്താൽ സകല ബലഹീനതകളും മാറിപ്പോകും. നമ്മുടെ അകത്ത് എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ ആ പാപത്തിനെ ഈ ശക്തിയേറിയ വിശുദ്ധമായ ദൈവവചനത്തിന് തോപ്പിക്കാൻ സാധിക്കും. പിശാചിൻ്റെ ഒരു തന്ത്രങ്ങളും നമ്മുടെ എതിരെ വാഴത്തില്ല. പല ബലഹീനതകളും പല കുറവുകളും ചുറ്റിനും കാണുമ്പോൾ വിളിച്ചു പറയണം, യേശു കർത്താവ് പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും തകർത്തതാ. ഞാൻ പറഞ്ഞതല്ല, ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ മക്കൾക്ക് വേണ്ടി എത്രയധികം ദൈവം സകലത്തിനെയും ജയിച്ച് എത്രയധികം നന്മ വെളിപ്പെടുത്തും. ഇതുകൊണ്ടാണ് വചനം പറയുന്നത്, കാൺമീൻ നാം ദൈവമക്കൾ. ഇന്ന് സാഹചര്യത്തിനെ നോക്കിയിട്ട് പറയണം, പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും യേശു കർത്താവ് ജയിച്ചത്. ഞാൻ ആ ജയം അനുഭവിക്കുക. നോക്ക് ഞാൻ ദൈവ പൈതല. കർത്താവ് സകല നന്മയിലും വഴി നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്നൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശു കർത്താവെ, പൊന്നു കർത്താവെ, സ്തോത്രം. ഇന്ന് അങ്ങയുടെ വചനത്തിൻ്റെ അറിവ് ഓരോരുത്തരുടെയും അകത്ത് വളർന്ന്, സ്തോത്രം, കാണുന്ന സാഹചര്യങ്ങളെ നോക്കി ഭയന്ന് കണ്ണുമിഴിച്ച് നിൽക്കാതെ ഞാൻ ജയാളിയാ, ഞാൻ ജയിച്ചവനെയാ സേവിക്കുന്നത്. ഹല്ലേലൂയ. ഈ കർത്താവ് പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും തകർക്കാൻ വന്നതിനാൽ ഞാനും സകലത്തിനെയും അതിജീവിച്ച് ഞാൻ ജയാളിയായി ഈ ഭൂമിയിൽ ജീവിക്കും. എൻ്റെ ജീവിതത്തിനകത്ത് ഒരു അഴുക്കും ഒരു വേണ്ടാത്തതും പിശാചിൻ്റെ ഒരു പ്രവൃത്തിയും എൻ്റെ ജീവിതത്തിനകത്ത് വാഴത്തില്ല. ഹല്ലേലൂയ. ഞാൻ ജയിച്ചവനായി ഞാൻ ജീവിക്കും. പറഞ്ഞേ, ഞാൻ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശു മുഖാന്തരം എനിക്ക് ജയം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവ് സകലരെയും അനുഗ്രഹിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.